എല്ലാ കൂട്ടുകാർക്കും അച്ചുമോൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് നാച്ചുറലായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ഡൈയുടെ വീഡിയോ ആണ്. അതും വെറും ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഈ ഒരു ഡൈ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്കിത് വളരെ ഉപയോഗപ്രദവുമാണ്. ഇത് മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ നാച്ചുറലായിട്ടുള്ള ഡൈ ആയതുകൊണ്ട് തന്നെ ഒറ്റ യൂസിലൊന്നും നമ്മുടെ മുടി കറുക്കുമെന്ന് നമ്മൾ പറയത്തില്ല. തുടർച്ചയായിട്ടുള്ള ഉപയോഗത്തിലൂടെയാണ് നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടുന്നത്. ഒറ്റ യൂസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഒട്ടും മാറ്റമില്ലെന്നൊന്നും പറയുന്നില്ല, ചെറിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകും. നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടി നല്ല രീതിയിൽ കറുക്കും. ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഈ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡൈ തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഡൈ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടുന്നത്. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഞാൻ 1 സ്പൂൺ കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണമോ അതിനനുസരിച്ചിട്ട് കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതേപോലെ ഇത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കരിഞ്ജീരകം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ജീരകം വറുത്തെടുക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങും. ആ ഒരു സമയത്താണ് ഇതിൻ്റെ കറക്റ്റ് പാകം എത്തുന്നത്. ആ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല കറക്റ്റ് പരുവത്തിന് ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പാത്രത്തിൽ നിന്നും മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ആ കരിഞ്ജീരകമെല്ലാം കരിഞ്ഞു പോകും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ മാറ്റി വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കരിഞ്ജീരകമെല്ലാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നല്ലതുപോലെ ഒരു ഫൈൻ പൗഡർ കിട്ടുന്നത് വരെ പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കരിഞ്ജീരകമൊക്കെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ആ ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഡൈ തയ്യാറാക്കിയെടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട്. എങ്കിലേ നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. കരിഞ്ജീരകത്തിൻ്റെ പൊടിയെല്ലാം ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടി ഒന്ന് കലക്കി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കരിഞ്ജീരകം എടുത്തതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കരിഞ്ജീരകം കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ കട്ടകളൊന്നുമില്ലാതെ ഈ വെള്ളത്തിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കരിഞ്ജീരകം നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് കട്ട പിടിക്കും. ആ കട്ടയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കട്ടയുണ്ടെങ്കിൽ അത് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ. അതിന് ശേഷം വേണം നമ്മൾ ഈ ഡൈ തയ്യാറാക്കിയെടുക്കാനായിട്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി സ്റ്റൗ ഒന്ന് ഓണാക്കാം. അതിന് ശേഷം ഇത് നല്ലതുപോലെ കുറുക്കിയെടുക്കണം. നമ്മൾ കെമിക്കലുകളുള്ള ഡൈ ഉപയോഗിക്കുന്നതിനെക്കാട്ടി ഒരുപാട് നല്ലതാണ് ഇതേപോലെയുള്ള നാച്ചുറൽ ഡൈ ഉപയോഗിക്കുന്നത്. നാച്ചുറൽ ഡൈ ആകുമ്പോൾ ഒറ്റ യൂസിലൊന്നും നമുക്ക് റിസൾട്ട് കിട്ടുകയില്ല. കുറേ തവണ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുന്നത്. നമ്മൾ ഈ കെമിക്കലുകൾ അടങ്ങിയ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടികളെല്ലാം നരയ്ക്കാത്ത മുടികളും കൂടി നരച്ചു പോകും. പിന്നെ ഒറ്റ കറുത്ത മുടി പോലും കാണുകയില്ല. അതിനേക്കാട്ടിലൊക്കെ എത്രയോ നല്ലതാണ് ഇതേപോലെയുള്ള നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് നമ്മുടെ മുടി കറുപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കരിഞ്ജീരകം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്ന്. നമ്മൾ കരിഞ്ജീരകം ഉപയോഗിച്ച് എണ്ണ തയ്യാറാക്കി ഉപയോഗിക്കാറുണ്ട് മുടി വളരുന്നതിന് വേണ്ടി. അതേപോലെ കരിഞ്ജീരകം പായ്ക്ക് തയ്യാറാക്കി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഈ ഡൈ ഉപയോഗിക്കുന്നതും നമ്മുടെ കരിഞ്ജീരകം കൊണ്ടുള്ള ഡൈ ആകുമ്പോൾ നമ്മുടെ മുടി ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാനും മുടി വളരാനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലുള്ളതെല്ലാം സ്പൂൺ കൊണ്ട് വടിച്ച് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതേപോലെയുള്ള ഡൈ ഒക്കെ തയ്യാറാക്കി വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേരെങ്കിലും കമൻറ്റ് ചെയ്യാറുണ്ട്, ഇത് വെറുതെയാണ്, മുടിയൊന്നും കറക്കില്ല, അല്ലെ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയില്ല, ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇത് നാച്ചുറലായിട്ടുള്ളൊരു ഡൈ ആണ്. അപ്പം നമ്മൾ ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടുകയില്ല. നമ്മൾ തുടർച്ചയായിട്ടുള്ള ഉപയോഗത്തിലൂടെയാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. ഇപ്പം നമ്മുടെ ഡൈ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ അത്യാവശ്യം കറുപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇന്നല്ല യൂസ് ചെയ്യുന്നത്. ഒരു നൈറ്റ് നമ്മൾ വെച്ചതിന് ശേഷമാണ് നമ്മൾ പിറ്റേ ദിവസമാണ് ഈ ഡൈ യൂസ് ചെയ്യുന്നത്. അതുവരെ നമുക്കിത് അടച്ച് മാറ്റി അവിടെ വെക്കാം. പിന്നെ രാവിലെ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഇനി ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ.
അതേപോലെ ഇത് തയ്യാറാക്കി വെക്കുന്ന സമയത്ത് ഇതേപോലെ സൈഡിലുള്ളതെല്ലാം അതിലേക്ക് നീക്കി ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് സൈഡിലേതൊക്കെ ഒരുപാട് ഡ്രൈ ആയി പോകും. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ഇപ്പം ഡൈ നല്ലതുപോലെ കറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിന് നല്ലൊരു കറുപ്പായിട്ടുണ്ട്. ഇത് നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കറുപ്പ് ഇതിന് കിട്ടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഡൈ തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും ഇരുമ്പ് ചട്ടിയിൽ തയ്യാറാക്കാനായിട്ട്. ഇരുമ്പ് ചട്ടി ഇല്ല എങ്കിൽ നിങ്ങൾ തയ്യാറാക്കി വെക്കുന്ന പാത്രത്തിൽ ഒരു ഇരുമ്പ് ആണി ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ ഡൈ ഇതേപോലെ കറുത്ത കളറിൽ കിട്ടും. ഇതാണ് നമ്മുടെ ഡൈയുടെ കറക്റ്റ് പാകം. ഇനി നമുക്ക് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഡൈ ഇനി നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുടിയിലെ ചിടക്കൊക്കെ നല്ലതുപോലെ മാറ്റി കൊടുക്കണം. ഇതേപോലെ താഴെ നിന്ന് ചിടക്കെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മുടെ മുകൾ ഭാഗം എല്ലാം ചീകി ഇതേപോലെ ചിടക്കൊക്കെ മാറ്റുക. അതിന് ശേഷമാണ് നമ്മൾ ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ നെറ്റിയിലൊക്കെ കുട്ടി കുട്ടി നരകളൊക്കെ ഉണ്ടാകും. അതൊക്കെ പോകുന്നതിന് ഇത് വളരെ നല്ലതാണ്. അപ്പം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിൽ ബ്രഷ് ഇല്ല, ഞാൻ ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ എടുത്ത് നമ്മുടെ നരച്ച മുടിയുള്ള ഭാഗത്ത് ഇതേപോലെ തൂത്ത് കൊടുക്കുക. ഇതേപോലെയുള്ള നാച്ചുറൽ ഡൈ ആകുമ്പോൾ നമ്മുടെ മുടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല. അതേപോലെ നമ്മുടെ മുടി വളരാനും സഹായിക്കും. നമ്മൾ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി വളർച്ചയെ തന്നെ അത് ബാധിക്കും. അതേപോലെ നമ്മുടെ ഒറ്റ മുടിയില്ലാതെ എല്ലാ മുടിയും പെട്ടെന്ന് തന്നെ നരയ്ക്കും. നമ്മൾ കുറച്ച് മുടി നരയ്ക്കുമ്പോഴായിരിക്കും ഈ ഡൈ ഉപയോഗിച്ച് തുടങ്ങുന്ന മുടി നരച്ചല്ലോ എന്നുള്ള ആശങ്കയിൽ. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മുടെ ബാക്കി മുടികളും കൂടി നരയ്ക്കും. ഒരു കറുത്ത മുടികൾ പോലും നമ്മുടെ തലയിൽ കാണില്ല. അങ്ങനെ കെമിക്കലുകളുള്ള ഡൈ ഉപയോഗിക്കാതെ ഇതേപോലെയുള്ള നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് നിങ്ങളുടെ മുടികൾ കറുപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ മുടിയുടെ ഫ്രണ്ട് ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് നരയുള്ളത്. കുട്ടി കുട്ടി നരകളൊക്കെയാണ്, അങ്ങ് ഫുള്ളായിട്ട് നരയില്ല. അതുകൊണ്ട് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഡൈ എനിക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കാനുള്ളതുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് മാത്രം എടുത്തത്. അപ്പം നമുക്കത് പുറത്ത് വെച്ചിരുന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഒരാഴ്ചയൊക്കെ നമുക്കിത് പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ പുറത്തേക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിലേക്കൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ടർക്കിയോ വല്ലതും ദേഹത്തിട്ടതിന് ശേഷം വേണം ഇതേപോലെ ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആകും. ഇത് തേച്ചതിന് ശേഷം 1 മണിക്കൂർ അല്ല 2 മണിക്കൂറെങ്കിലും ഇരിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ 2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇത് കഴുകി കൊടുക്കുന്നത്. നമ്മൾ അങ്ങനെ വെച്ചേക്കുമ്പോഴാണ് ഇതിന് നല്ല റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ പുരട്ടി അപ്പം തന്നെ കഴുകി കളഞ്ഞാൽ നമുക്കൊരു റിസൾട്ട് കിട്ടുകയില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നതിലൂടെയാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. അതേപോലെ നമ്മൾ ഇത് പുരട്ടി ഒരു 2 മണിക്കൂറെങ്കിലും വെക്കുക. ഓയിലൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ പനിയൊന്നും കൊള്ളുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കുക. അതിന് ശേഷമാണ് ഇത് കഴുകി കൊടുക്കേണ്ടത്. കഴുകുന്ന സമയത്ത് നമ്മൾ ഷാമ്പുവോ അങ്ങനെയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ വെള്ളത്തിൽ കഴുകി കൊടുത്താൽ മതി. എൻ്റെ ഈ നെറ്റിയുടെ ഭാഗത്തും അതേപോലെ നമ്മുടെ ചെവിയുടെ ഭാഗത്ത് കൃതാവ് പോലുള്ള ഭാഗത്തൊക്കെയാണ് കുട്ടി കുട്ടി നരകളൊക്കെ ഉള്ളത്. ആ ഭാഗത്തൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വന്നതാണ്. അപ്പം എൻ്റെ മുടിയെ മൊത്തം കറുത്തിട്ടില്ല, എങ്കിലും കുറച്ച് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്ത ഭാഗത്തൊക്കെ അത് പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നിറം മാറിയിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ് എൻ്റെ മുടിയിൽ ചെയ്തിട്ട് എനിക്ക് കാണുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ. അപ്പം നിങ്ങൾ നിറം മാറ്റുന്നതിന് വേണ്ടി ഇതേപോലെ ഈ കരിഞ്ജീരകത്തിൻ്റെ ഡൈ ഉപയോഗിച്ചൊന്ന് നോക്കൂ. തുടർച്ചയായിട്ട് ചെയ്യുന്നതിലൂടെ നല്ല റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം മുടിക്ക് നല്ല റിസൾട്ട് കിട്ടും. ബ്ലാക്ക് കളറാകും. കെമിക്കലുകളുള്ള ഡൈ ഒന്നും ഇനി ഉപയോഗിക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ കമൻറ്റ് വരും ഇടയ്ക്കിടയ്ക്ക് നര കാണുന്നുണ്ടല്ലോ എന്ന്. ഞാനത് തേച്ച് കൊടുത്തതിലുള്ള അപാകതയാണ്. നല്ല ബ്രഷ് ഇല്ലാഞ്ഞത് കൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അപ്പം നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ മുടി നരയ്ക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഞാൻ ഈ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് തേച്ച് കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്തെല്ലാം കറുപ്പായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. എൻ്റെ മുടിയുടെ ഫ്രണ്ട് ഭാഗത്തെ നരയെല്ലാം മാറി കറുപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.